സാലി, എന്തായാലും ഒരു സമാധാനമായി കാണും പ്രതിപക്ഷത്തിന്. ഏത് വിഷയമുണ്ടെങ്കിലും അപ്പോഴേ ഒരു ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് ഓടുന്ന ഒരു പ്രവൃത്തിക്ക് അതിൻ്റെ ശരിയോ തെറ്റോ അതിൻ്റെ നിയമവശങ്ങളോ ഒന്നും പരിഗണിക്കാതെ നേരെ ഒരു ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് പോവുക, അവിടെ നിന്ന് ഹൈക്കോടതിയുടെ കയ്യിൽ നിന്ന് ശക്തമായ വിമർശനം ഏറ്റുവാങ്ങുക, ഇതിപ്പോ ഒരു ശീലമായി മാറിയിരിക്കുന്നു, ഒരു പതിവായി മാറിയിരിക്കുന്നു. സാലി, അതായത് ഈ കേസിൽ തന്നെ ഇപ്പോൾ കോടതി ഉത്തരവ് പരിശോധിച്ചാൽ സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന് പ്രതിപക്ഷത്തിനുണ്ടായത്. കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ സന്ദേശം അയച്ചതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല. ക്ഷേമരാഷ്ട്രത്തിൽ ഭരണനിർവഹണം എളുപ്പമാക്കുന്നതിനാണ് ആ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ യാതൊരു പിശകുമുണ്ട് എന്ന് കോടതി കരുതുന്നില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത അക്കൗണ്ടിൽ നിന്നല്ല ഈ സന്ദേശം ഒക്കെ അയച്ചത്, അത് IT മിഷൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. ഈ IT മിഷൻ എന്ന് പറയുന്നത് ഈ സർക്കാർ ജീവനക്കാരുടെ സ്പാർക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ നിന്ന് തന്നെയാണ് ഈ സന്ദേശങ്ങൾ പോയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി അയച്ച ഒരു സന്ദേശവുമല്ല ഇത് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി അതിലെ ജീവനക്കാർക്ക് നൽകിയ ഒരു ആനുകൂല്യം സംബന്ധിച്ച് ഉള്ള ഒരു അറിയിപ്പ് മാത്രമാണ്. അങ്ങനെ അറിയിക്കുന്നതിൽ എന്തു പിശകാണുള്ളത് എന്ന് കോടതി കഴിഞ്ഞ ദിവസം തന്നെ ചോദിച്ചിരുന്നു. അത് ഉത്തരവിൽ കോടതി അസന്നിഗ്ധമായി അക്കാര്യം തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധതയും ഇതിൽ കോടതി കാണുന്നില്ല. ഇത് സാധാരണ നടപടിക്രമം മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ ഡേറ്റ ചോർന്നു എന്ന ആക്ഷേപവും നിലനിൽക്കുന്നതല്ല. കാരണം ഡേറ്റ ഒരു തേർഡ് ഏജൻസിക്ക് കൈമാറിയിട്ടില്ല. ഇത് IT മിഷൻ തന്നെ ആ സന്ദേശം അയക്കുന്നു. IT മിഷൻ്റെ കൈവശം തന്നെയാണ് സ്പാർക്ക് ഡേറ്റയുള്ളത്. സ്പാർക്ക് ഡേറ്റയിൽ നിന്നാണ്, സ്പാർക്കുമായി ബന്ധപ്പെട്ട ഡേറ്റകളിൽ നിന്നാണ് ഇവർക്ക് ശമ്പളവും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകുന്നത്. അപ്പോൾ അതിനൊപ്പം തന്നെ DAയും നൽകേണ്ട സംവിധാനം സ്പാർക്ക് മുഖേന തന്നെയാണ്. അതേ ഏജൻസിയെ നിയന്ത്രിക്കുന്ന IT മിഷൻ, ആ IT മിഷൻ സന്ദേശം അയക്കുന്നു. ഇതെല്ലാം സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി നടന്ന ഭരണനിർവഹണം ലഘൂകരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന, അതിൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന, ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യയിലൂടെ ആളുകളെ വിവരങ്ങൾ കൈമാറുന്ന ഒരു സംവിധാനമാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇത് ഏതെങ്കിലും സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ സർക്കാർ കുഴപ്പമില്ല എന്ന് പറയുകയല്ല ചെയ്തത്. സർക്കാർ ചെയ്തത് 100% ശരിയാണ്. ഹർജിക്കാരുടെ വാദത്തിൽ തരിമ്പും കഴമ്പില്ല എന്ന് അസന്നിഗ്ധമായി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഉത്തരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ഹൈക്കോടതി ഉത്തരവുകൾ വരുമ്പോൾ സർക്കാരിനത് അയക്കാം, അത് അയക്കുന്നതിൽ തെറ്റില്ല, എങ്കിലും സൂക്ഷിക്കണം എന്നൊക്കെ പറയാമായിരുന്നു കോടതിക്ക്. പക്ഷേ കോടതി ഈ ഉത്തരവിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. കോടതി പറഞ്ഞത് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പിശകോ തെറ്റോ നിയമവിരുദ്ധതയോ ഈ മുഖ്യമന്ത്രി അയച്ച സന്ദേശത്തിൻ്റെ കാര്യത്തിൽ ഈ കോടതിക്ക് കണ്ടെത്താനായിട്ടേയില്ല എന്ന് കോടതി കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ നിയമവിരുദ്ധതയില്ല, അതിൽ രാഷ്ട്രീയമില്ല. മുഖ്യമന്ത്രി സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വ്യക്തിപരമായി അയച്ച സന്ദേശമല്ല. ആ സന്ദേശത്തിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ മാത്രവുമല്ല, മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി അയച്ചൊരു സന്ദേശമായി ഇതിനെ കാണാനേ കഴിയില്ല. സർക്കാർ സംവിധാനം ശമ്പളവും മറ്റും വിതരണം ചെയ്യുന്ന അതേ സംവിധാനം ഉപയോഗിച്ച് അതേ IT മിഷൻ വഴി സർക്കാരിൻ്റെ ഒരു സന്ദേശം ആളുകൾക്ക്, സർക്കാർ ജീവനക്കാർക്ക് അയക്കുന്നതിൽ യാതൊരു പിശകുമില്ല. അതുകൊണ്ട് ഹർജി തള്ളിയിരിക്കുന്നു എന്ന് തന്നെയാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അല്പം മുമ്പ് ഉത്തരവിലൂടെ വ്യക്തമാക്കിയത്. സാലിയാണ് വിവരങ്ങൾ നൽകിയത്.